ഇന്ന് ഡേ 4. അപ്പോൾ ഇന്ന് നമ്മൾ അധികം വീഡിയോസൊന്നും എടുക്കുന്നില്ല. നമ്മൾ കുറേയൊക്കെ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തു. ഫുഡൊക്കെ മിക്കവാറും സമയങ്ങളിലൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത്. ഇന്നത്തെ ഫുഡ് കരീബിയൻ ഫുഡാണ്. ഇന്നലെ നമുക്ക് മെക്സിക്കൻ ഫുഡായിരുന്നു, ഇന്ന് കരീബിയൻ ഫുഡാണ്. കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ട് അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുപോലെ ബാക്കി കാര്യങ്ങൾ ഇന്നത്തെ ദിവസം എങ്ങനെയാവും നോക്കാം. ലെറ്റ്സ് ഗോ. ഈ ഒരു ഷിപ്പിൽ നമ്മുടെ മുറിക്കകത്ത് ഇതുപോലെ ഒരു ടി വി ഉണ്ട്. ആ ടി വിയിൽ നമ്മുടെ മാപ്പ് ഇവിടെ കാണിക്കും. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ വന്ന വഴിയാണ് മേളിൽ കാണുന്നത്. ആ താഴെ കാണുന്നത് നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കോക്കോക്കെ എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്കാണ്. ഇത് ഡേ നമ്പർ 4 ആണ്. ഇതൊരു സീ ഡേ ആണ്. ക്രൂസിനുള്ളിൽ സീ ഡേയും ഉണ്ട്, അതുപോലെ പോർട്ട് ഡേയും ഉണ്ട്. സീ ഡേയിൽ സാധാരണ എപ്പോഴും നമ്മൾ ക്രൂസിങ് ആയിരിക്കും, ഫുൾ ടൈം നമ്മൾ ഷിപ്പിലായിരിക്കും, സീയിലായിരിക്കും. പോർട്ട് ഡേ എന്ന് പറയുമ്പോൾ നമ്മളൊരു പോർട്ടിൽ ചെന്ന് ഇറങ്ങുന്ന ആ ഒരു ദിവസമാണ്. അപ്പം സീ ഡേയിൽ സാധാരണ അധികം ഒന്നും ചെയ്യാനില്ല. ഷിപ്പിലുള്ള കാര്യങ്ങളും ഷിപ്പിലുള്ള എക്സ്പ്ലോറേഷനും ഷിപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസും ഒക്കെയാണ്. ഇന്ന് നമുക്കിവിടെ ഒരു അർക്കേഡ് ഉണ്ട്. ആ ഒരു അർക്കേഡ് പോയി നോക്കാം. അത് നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തില്ല. ആ ഒരു അർക്കേഡ് കാണാം, പിന്നെ ഫുഡും കാര്യങ്ങളും ഒക്കെ. ഈ ഒരു വീഡിയോയിലേക്ക് നേരെ പോകാലോ. KAULLY കൗലിയോ, കൗലി ചേട്ടനാണ് നമ്മുടെ റൂമെല്ലാം വൃത്തിയാക്കിയിരിക്കുന്നത്. കണ്ടോ, റോയൽ കരീബിയനിൽ ഞങ്ങൾ വന്നിട്ട് എല്ലാ ദിവസവും അവർ വന്ന് റൂം നമുക്ക് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. അത് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ ഇതുണ്ടല്ലേ, ഇതുപോലെ എന്നൊരു ഇതെന്താടി ഇത്, ഈ സാധനം എന്താ ഇത്, ബോബോ ആണോ? ഓ, ബോബോ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചു പോകും. അതൊക്കെ ഒരു നല്ലൊരു ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ എക്സ്പീരിയൻസിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതുപോലത്തെ കുറേ നല്ല കാര്യങ്ങൾ ഇവരുടെ ക്രൂവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡേ 4 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ഒരു അടിപൊളി വ്യൂവിലാണ്. ഈ ഷിപ്പിൻ്റെ ഏറ്റവും അടിപൊളി ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടോ, ആ പുറകോട്ടുള്ള വ്യൂ. നമ്മൾ പുറയിലാണ്, ഏറ്റവും പുറയിലാണ് നമ്മളിവിടെ. ഞാനെടുത്ത ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ. ഇപ്പോൾ ഈ ഷിപ്പിൽ ഒരു അർക്കേഡ് ഉണ്ട്. ആ അർക്കേഡ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതുപോലെ ഡേ കെയറും കാര്യങ്ങളും ഒക്കെ ഈ സൈഡിൽ പിള്ളേരെ വിടുന്ന ഡേ കെയറും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് അർക്കേഡ്. ഒരു ഷിപ്പിനകത്ത് ഒരു ചെറിയൊരു സെറ്റപ്പിൽ അർക്കേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഇതൊരു ഷിപ്പിനകത്താന്ന് ഓർക്കണം. കണ്ടോ, നമ്മുടെ ഗോവയിൽ പോയപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു അർക്കേഡ് കയറിയില്ലേ, അതിനേക്കാൾ എന്ത് ഭംഗിയും രസവും അല്ലേ. ഞങ്ങളൊരു ദിവസം ഗോവയിൽ അന്ന് ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനായിട്ട് ഒരു അർക്കേഡിൽ പോയായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അപ്പം അവിടെ അർക്കേഡിൽ കുറേ മെഷീനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പകുതിയും പോയി കിടക്കുകയായിരുന്നു. ഇവിടെ ഇതെല്ലാം വർക്ക് ചെയ്യുന്നതുകൊണ്ട് എല്ലാം അടിപൊളി പുതിയ സെറ്റപ്പ് അർക്കേഡുകളാണ്. അടിപൊളി. അർക്കേഡൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മളൊരു കാപ്പി കുടിക്കാനായിട്ട് കാഫെ പ്രൊമനാൻഡയിലേക്ക് പോയി. ഇവിടെ ആക്ച്വലി കാപ്പി ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ സ്പെഷ്യാലിറ്റി കോഫി വേണമെന്നുണ്ടെങ്കിൽ അതിന് ഒന്നെങ്കിൽ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കാർഡ് നമുക്ക് റോയൽ കരീബിയനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കാർഡിന് $35 ആണ്, $35. ഇത് 15 സ്പെഷ്യാലിറ്റി കാപ്പികൾ കുടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ കാഫെ പ്രൊമനാൻഡയിൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ ഫുഡും സ്നാക്സും എല്ലാം അവൈലബിൾ ആണ്. പിസ്സയും എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന പിസ്സയും പല സംഭവങ്ങളും അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിൽ കാർഡ്സ് ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കാർഡ്സൊക്കെ കളിച്ച് കുറേ നേരം ചില്ല് ചെയ്ത് നമ്മൾ ഇവിടെ ഇരുന്ന് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അവിടെ. അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആൾക്കാരിരുന്ന് ഓരോ പരിപാടികളാണ്. ചിലരൊക്കെ യൂനോ കളിക്കുന്നു, ചിലരൊക്കെ വേറെ ബോർഡ് ഗെയിംസും ഇതുമൊക്കെ കളിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ബാൻഡ് വെളിയിൽ നിന്ന് ഒരു മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ AD മാച്ച് എഴുന്നേറ്റ് ഡാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പോയി നേരിട്ട് ബാൻഡ് കാണാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നു. അവിടെ ഒത്തിരി പേര് നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാം ഈ ഒരു ബാൻഡിൻ്റെ മ്യൂസിക് എൻജോയ് ചെയ്യുമായിരുന്നു.
ഇന്നത്തെ ദിവസത്തെ ഫുഡ് വരുന്നത് കരീബിയൻ ഫുഡാണ്. അപ്പോൾ നമ്മൾ കയറി ചെന്നപ്പോഴേ അവിടെ റോയൽ കരീബിയൻ്റെ ക്രൂവിൻ്റെ ഒരു ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ കുറേ നല്ല എക്സ്പീരിയൻസസ് റോയൽ കരീബിയൻ്റെ ക്രൂ നമുക്ക് വേണ്ടി ഈ ഒരു വിൻജാമറിലും അതുപോലെ തന്നെ ഷിപ്പിൻ്റെ എല്ലാ ഭാഗത്തും അവർ ചെയ്യാറുണ്ട്. ഇത് അവരുടെ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാനായിട്ടും അതുപോലെ ആ ഒരു വെക്കേഷൻ വൈബ് കൊടുക്കാനും വേണ്ടിയുള്ള ഒരു സംഭവമാണ്. അത് വളരെ രസകരമായിട്ട് തോന്നി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഡേ 4 ഡിന്നറിലേക്ക് വരികയാണ്. നാളെ ഇനിയും കൊക്കോക്കെ ബഹാമാസിലെ ഒരു ഐലൻഡിലാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്രൂസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഏകദേശം ആയിക്കഴിഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, സൺസെറ്റ് കണ്ടോ? അതിനിടയ്ക്ക് ഇവിടെയാണ് നമ്മുടെ സീറ്റ്. അമ്മ ഓൾറെഡി പോയി ചെക്ക് ചെയ്തോ എല്ലാം. നമ്മുടെ ഫുഡൊക്കെ റെഡി ആവുന്നേ ഉള്ളൂ. കണ്ടോ, എല്ലാവരും നല്ല കരീബിയൻ സ്റ്റൈൽ ഡ്രസ്സുകളാണ് ഇട്ടിരിക്കുന്നത്. ഇത് കരീബിയൻ നൈറ്റാണ്. അപ്പോൾ കരീബിയൻ നൈറ്റിലെ ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറേ അടിപൊളി ഫുഡുകൾ കാണുമായിരിക്കും. എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ ഫുഡുകളായിരുന്നു. ഇന്നലെ ആണെങ്കിലും മെക്സിക്കൻ ഫുഡായിരുന്നു, ഇന്ന് കരീബിയൻ ഫുഡാണ്. അതെല്ലാം എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ലെറ്റ്സ് ഗോ. എനിക്ക് തോന്നുന്നത് നമുക്ക് ബൊറീറ്റോ ഉണ്ടാക്കാനുള്ള ഓപ്ഷനാണ്. ഇതുണ്ടോ, നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ അതെല്ലാം വെച്ച് ഉണ്ടാക്കി തരും. ജർക്ക് പോർക്ക് റാപ്പ്, ജർക്ക് ചിക്കൻ ഉണ്ട്, റൈസ് ആൻഡ് ബീൻസ് ഉണ്ട്. അതുപോലെ എപ്പോഴും ഇവർക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ഒരു അസോർട്ട്മെൻറ്റ് ഇവിടെ കാണും. പൊക്കി ഇടാം. ഫ്രൈഡ് ടോഫു ഓർ ഫ്രൈഡ് യൂക്ക. ഫ്രൈഡ് യൂക്കയാണ്. ഫ്രൈഡ് ഡംപ്ലിങ്സ്, കോണ്. പിന്നെ ഇതൊരു ഫ്രൂട്ട്സിൻ്റെ അസോർട്ട്മെൻ്റ് ആണ്. ഇതൊക്കെ ഞാൻ ആ വീഡിയോ ഒന്നും അധികം എടുക്കുന്നില്ല, കണ്ടില്ലേ. ബീഫ് പെപ്പർ സൂപ്പ്. ഇത് സാധാരണ എല്ലാ ദിവസവും ഉള്ളതാണ്. എല്ലാ ടൈപ്പ് ഓഫ് ലൈക്ക് ഹോട്ട് ഡോഗ്, ബീഫ് ബർഗർ, വെജി ബർഗർ അവൈലബിൾ അപ്പോൺ റിക്വസ്റ്റ്. പോർക്ക് ലെഗ് വളരെ it looks so good. എനിക്ക് തോന്നുന്നത് ഇച്ചിരൂടെ ഇന്ത്യൻ സൈഡ് ഓഫ് ഫുഡാണ്. കണ്ടോ, പപ്പടം. ഈ ആക്ച്വലി പപ്പടം നമ്മുടെ കേരളത്തിലെ പപ്പടത്തിൻ്റെ ഒരു സ്റ്റൈലാണ്. വെജിറ്റബിൾ കറി അത് വേണ്ടവർക്ക്. ചിക്കൻ കൊർമ, പാവ് ചിക്കൻ. അതുപോലെ ഫൈനലി ഡെസേർട്സിൻ്റെ ആ ഒരു സൈഡ്. ഇതും കുറേ എണ്ണം ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേര് ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. Hello, good. How are you? നമ്മളിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. നമ്മളിരിക്കുന്നത് അവിടെയാണ്.
അടിപൊളി സീ വ്യൂ. വാ, ഇതെന്തൊരു വ്യൂ ആണ്. വാവ്. സണ്ണ എവിടെ പോയി? സണ്ണ എവിടെ പോയി? വെള്ളത്തിൽ മുങ്ങിപ്പോയോ? അയ്യോടാ. സണ്ണ എവിടെ പോയി? സണ്ണ എവിടെ പോയി? ആ, മുങ്ങിട്ട് തിരിച്ചു വരുവോ? ഓക്കെ. കരീബിയൻ നൈറ്റ് സ്പെഷ്യലിൽ നമ്മളെടുത്ത് ഒരു സാൽമൺ ഫ്രൈ ചെയ്ത്, പിന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ കുറേ വെജിറ്റബിൾസ്, ബ്രെഡ്, ഫ്രൈഡ് കസാവ അത് ഞാൻ എടുത്തായിരുന്നു. അത് ട്രൈ ചെയ്യണം. ഫ്രൈഡ് കസാവ. എനിക്കൊന്ന് ഫ്രൈഡ് കപ്പയാന്ന് തോന്നുന്നു. നല്ലതായിരുന്നോ? ചിക്കൻ കുർമ, സാലഡ്, ഒരു ബണ്ണ്. അങ്ങനെ ഡിന്നറെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ മുറിയിലേക്ക് പോകുന്ന വഴിയാണ്. ആ പോകുന്ന വഴി ഇവിടെ കുറേ സ്ഥലങ്ങൾ നമുക്ക് റിലാക്സ് ചെയ്യാനും ഇരിക്കാനായിട്ടും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒന്നാണ് ദേ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ ഇന്ന് റിലാക്സ് ചെയ്തു. അതുപോലെ തന്നെ ദേ ഇവിടെ ഈ പൂളിൻ്റെ ഏരിയയിൽ രാത്രി ആയി കഴിഞ്ഞാൽ ഇവരിവിടെ സിനിമ പ്ലേ ചെയ്യും. അത് നല്ല സൗണ്ടും എല്ലാം ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്ന് നമുക്ക് സിനിമ വേണമെങ്കിൽ അതും കാണാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതിനുശേഷം ഷിപ്പിൻ്റെ കുറേ സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ നടന്നു. അപ്പം നടക്കുന്ന വഴിയൊക്കെ ഓരോ സ്ഥലങ്ങളിലും പല പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇതെന്തോ ഒരു ഗെയിമാണ്. ഇത് ആക്ച്വലി എനിക്കറിയില്ല എന്ത് ഗെയിമാണെന്ന്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൻ്റെ പേരോ കാര്യങ്ങളോ അറിയാമെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഈ കാഴ്ചകളും ഒക്കെ കണ്ടു നിന്നു. വളരെ രസമാണ് ഈ ഒരു രാത്രിയിൽ ഷിപ്പ് പോകുന്നത് കാണാനായിട്ട്. അതുപോലെ നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പിള്ളേർക്കാണെങ്കിലും ഭയങ്കര രസമായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഷിപ്പിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ നടന്നു. അപ്പം നമ്മളവിടെ കണ്ട ഒരു കാഴ്ചയാണ് ആ ഒരു ഡിന്നർ കഴിക്കുന്ന ആൾക്കാർ ഡിന്നർ കഴിക്കുന്ന സ്ഥലം. അപ്പം നമുക്ക് ആക്ച്വലി ഈ ഒരു ഡിന്നർ കഴിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇരുന്ന് കഴിക്കുന്ന, അതായത് ആൾക്കാർ വന്ന് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അത്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ ഈ ഒരു ഷിപ്പിൽ ഏകദേശം എല്ലാ സമയങ്ങളിലും ബൊഫേ സ്റ്റൈലിലാണ് പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ഉണ്ടെങ്കിലും. അതുപോലെ നമുക്കും കൂടുതൽ ഇഷ്ടമാകുന്നത് ഒരു ബൊഫേ സ്റ്റൈൽ ഫുഡായിരിക്കും. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് അവിടെ നിന്ന് കഴിക്കാം. സർവീസ്, അതായത് അവിടെ ഇരുന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഈവൻ ഡെറ്റ്സൺ ചേട്ടനാണെങ്കിലും നമ്മളോട് പറഞ്ഞത് അത് നിങ്ങൾ വൺ ടൈമേലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ആട്ടെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടുത്ത പ്രാവശ്യം നമ്മളൊരു ക്രൂസ് ബുക്ക് ചെയ്ത് പോകുമ്പോൾ അവിടെ തൊട്ട് മുകളിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ലൈഫ് സേവർ ബോട്ട്, അല്ലെങ്കിൽ എമർജൻസിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു യെല്ലോ കളറിൽ. അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ട് നമ്മൾ ഈ ഒരു ദിവസം ഏകദേശം റാപ്പപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്കിനിയും കോക്കോക്കയിലേക്കാണ് പോകേണ്ടത്. അപ്പം ഇന്ന് നേരത്തെ ഉറങ്ങി നാളെ നമുക്ക് നേരത്തെ എഴുന്നേറ്റ് ഐലൻഡിൽ ഇറങ്ങേണ്ടതാണ്. നിന്റെ കൂട്ടുകാരൻ എനിക്കൊന്നും പറയാനില്ലേ? നോക്കട്ടെ, നോക്കട്ടെ. അങ്ങനെ തന്നെ ഞാൻ ഡേ 4 വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോഴോ ഓക്കെ ഓക്കെ. അങ്ങനെയെങ്കിലും ഒരു വ്യൂ കിട്ടും. പിങ്കുണ്ട്, പെപ്പിലുണ്ട്. അപ്പം ഡേ 4 ഒരു ഡേ ഓഫ് റെസ്റ്റ് ആയിരുന്നു. കോസ്മെൽ, മെക്സിക്കോ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വളരെ ടയർഡായിരുന്നു. അതുപോലെ കൊക്കോക്കെ എന്ന് പറഞ്ഞ ബഹാമാസിലെ ഒരു ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നാളെ നമ്മൾ റെഡി ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഡേ 4 ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. ഫുഡും അതുപോലെ റിലാക്സേഷനുമായിട്ട് ഇവിടുത്തെ കുറേ ആക്ടിവിറ്റീസും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ എൻജോയ് ചെയ്തു ഡേ 4. ഡേ 5 അതാണ് നമ്മൾ കോക്കോക്കയിൽ പോകുന്ന ദിവസം. ആ ദിവസം നമ്മൾക്ക് അടിച്ചു പൊളിക്കാം. അപ്പം നാളത്തെ കുറേ നല്ല വിഷ്വൽസും വീഡിയോസും എക്സ്പീരിയൻസസും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഇവിടെ സൈൻ ഓഫ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.